ഒരു വ്യക്തിക്ക് മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശാധികാരങ്ങളുള്ള പോലെ തന്നെ ഒരു വ്യക്തിക്ക് മതത്തെ നിരസിക്കാനും എതിർക്കാനും വിമർശിക്കാനും മതത്തിൽ വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം കൂടിയുണ്ട്. അടിസ്ഥാനപരമായി മതം നിർമ്മിക്കുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ മതത്തിന്റെ ഉൽപ്പന്നമായി മാറി വരുന്ന അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെയൊക്കെ എതിർക്കേണ്ടതിന്റെ ബാധ്യതയും ഉത്തരവാദിത്വവും ഇത്തരത്തിലുള്ള വ്യക്തികൾക്കുണ്ട്. ഇവരെ സ്വതന്ത്ര ചിന്തകരെന്നും നാസ്തികരെന്നും വിളിക്കാം. കേരളത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു കൂട്ടായ്മയുണ്ട്. അവർക്ക് സമൂഹത്തിൽ വിസിബിലിറ്റി ആവശ്യമുണ്ട്. അവരെ സമൂഹത്തിന് തന്നെ ആവശ്യമാണ്. അവർ ഈ സാമൂഹിക വ്യവസ്ഥയുടെ ഭാഗമാണ്. അവർ മതേതരത്വത്തെ മുറുക്കെ പിടിക്കുന്ന, അതിനെ ഉയർത്തിക്കാണിക്കുന്ന വ്യക്തികളാണ്. അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടായ്മയാണ് എസൻസ് ഗ്ലോബൽ. ശാസ്ത്ര പ്രചാരണം, നാസ്തികത, സ്വതന്ത്ര ചിന്ത, മാനവികത തുടങ്ങിയവയെ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ പ്രഭാഷണങ്ങളും എഴുത്തുകളും ചിന്തകളും ഒക്കെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയാണ് എസൻസ് ഗ്ലോബൽ. അക്ഷരാർത്ഥത്തിൽ ഒരു സൈബർ കൂട്ടായ്മ എസൻസ് എന്ന നിലയിലേക്ക് മാറുകയായിരുന്നു. ശാസ്ത്ര പ്രചരണത്തിനുള്ള പൊതുജന വിദ്യാഭ്യാസ പരിപാടിയാണ് എസൻസ് ലക്ഷ്യമിടുന്നത്. 2000-ൽ പരം അംഗസംഖ്യയുള്ള നാസ്തികനായ ദൈവം എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് എസൻസ് ഗ്ലോബൽ എന്ന സംഘടനയുടെ അടിസ്ഥാന രൂപം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51(a) പ്രകാരം ഒരു പൗരന്റെ കടമ ശാസ്ത്രീയമായ ചിന്തയും അന്വേഷണത്വരയും വികസിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. ഇത് ശാസ്ത്രബോധം വളർത്താനും അന്ധവിശ്വാസങ്ങളെ എതിർക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഇത് തന്നെയാണ് എസൻസ് ഗ്ലോബൽ ചെയ്യുന്നത്. ഈ എസൻസ് ഗ്ലോബലിന്റെ ആനുവൽ മീറ്റിംഗ് ആണ് ലിറ്റ്മസ്. സ്വതന്ത്ര ചിന്തകരും നാസ്തികരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നെത്തുന്ന ഈ പരിപാടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിരീശ്വരവാദികളുടെ സംഗമമാണ്. അൺഅപ്പോളജിക്കലി എത്തിസ്റ്റ് എന്ന ടാഗ്ലൈനോടെ ഇത്തവണ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് എസൻസ് ഗ്ലോബലിന്റെ ആനുവൽ മീറ്റ് നടന്നത്. ബംഗ്ലാദേശി എഴുത്തുകാരിയായ തസ്ലീമ നസ്രീൻ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടി കനത്ത സുരക്ഷയിലാണ് ഇത്തവണ സംഘടിപ്പിക്കപ്പെട്ടത്. ഈ ഒക്ടോബർ 19-ന്. ആ സമയത്താണ് സ്വതന്ത്ര ചിന്താ സമ്മേളന വേദിയിൽ എത്തിയയാളുടെ പക്കൽ തോക്ക് കണ്ടെത്തിയത്. രാവിലെ 8:30 ആരംഭിച്ച വിവിധ സെഷനുകൾ നടക്കുന്നതിനിടെ 11 മണിയോടെയാണ് തോക്ക് കൈവശം വെച്ചയാൾ അകത്ത് കടന്നതായി സംഘാടകർ മനസ്സിലാക്കിയത്. 20 മിനിറ്റ് നേരത്തേക്ക് പരിപാടി നിർത്തുകയാണെന്ന് സംഘാടകരുടെ അനൗൺസ്മെന്റ് വരുന്നു. സാങ്കേതിക പ്രശ്നമാണെന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. തുടർന്ന് തോക്ക് കണ്ടെത്തിയതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന സംഘാടകർ പോലീസിനെ അറിയിക്കുന്നു. പിന്നീട് പോലീസ് എത്തി എല്ലാവരെയും പുറത്തിറക്കി സ്റ്റേഡിയം പരിശോധിച്ചു. വിവരം അറിയിച്ചതിനനുസരിച്ച് കടവന്ത്ര പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ആളെ മനസ്സിലാക്കുന്നു. ഉദയംപേരൂർ കൊച്ചുപള്ളി സ്വദേശി അജീഷാണ് പിടിയിലായത്. ഉദയംപേരൂർ വിദ്യാധരൻ കൊലക്കേസിലെ 1-ാം സാക്ഷിയുടെ മകനാണ് അജീഷ്. വധഭീഷണിയുള്ളതിനാൽ സ്വയംരക്ഷയ്ക്കാണ് തോക്ക് കൈവശം വെച്ചതെന്ന് പോലീസിനെ ഇയാൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അജീഷിന്റെ തോക്കിന്റെ ലൈസൻസ് ഉള്ളതായി പോലീസ് സ്ഥിരീകരിക്കുന്നു. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് വിട്ടയക്കുന്നുണ്ട്. വിവാദത്തെ തുടർന്ന് കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി അല്പസമയം നിർത്തിവെച്ച് ഏകദേശം 1.5-2 മണിക്കൂറോളം. പക്ഷേ പൂർവാധികം ശക്തിയോടെ പരിപാടി പുനരാരംഭിച്ചു. പരിപാടിക്കെത്തിയ മുഴുവൻ ആളുകളെയും ഹാളിന് പുറത്തിറക്കി പരിശോധിച്ച, പിന്നീട് ഓരോ ആളുകളെയായി പരിശോധിച്ച, മെറ്റൽ ഡിറ്റക്ടറുകൾ സ്ഥാപിച്ച് ബാഗുകൾ ഉൾപ്പെടെ പരിശോധിച്ച് ആളുകളെ തിരികെ പ്രവേശിപ്പിച്ചു. ഏകദേശം 2 മണിക്കൂറിന്റെ ഒരു ഡിലേക്ക് ശേഷം പരിപാടി പുനരാരംഭിച്ചു. കസ്റ്റഡിയിലെടുത്ത അജീഷിനെ പോലീസ് പിന്നീട് വിട്ടയക്കുന്നു. തുടർന്നാണ് തസ്ലീമ നസ്രീൻ എത്തുന്നത്. സ്വതന്ത്ര ചിന്ത മുന്നോട്ട് നയിച്ചവരെ, അല്ലെങ്കിൽ ജീവിതത്തിൽ അത് ആധാരമാക്കിയിട്ടുള്ളവരെ, അതിനായി പ്രയത്നിച്ചിട്ടുള്ള ആളുകളെ ആദരിക്കുന്നതിനായി എസൻസ് ഗ്ലോബൽ നൽകുന്ന അവാർഡാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം. ഇത്തവണ അത് തസ്ലീമ നസ്രീനായിരുന്നു. പ്രൊഫസർ TJ ജോസഫാണ് തസ്ലീമ നസ്രീന് ഈ അവാർഡ് സമ്മാനിക്കുന്നത്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ മലയാളം പ്രൊഫസറായിരുന്ന TJ ജോസഫിന്റെ വലത് കൈപ്പത്തി മതനിന്ദ നടത്തിയെന്ന കുറ്റം ആരോപിച്ച് പോപ്പുലർ ഫ്രണ്ടുകാർ വെട്ടിയെടുത്തത് നമുക്കറിയാം. തുന്നിച്ചേർത്ത കൈകളുമായി ജോസഫ് മാഷ് തസ്ലീമയ്ക്ക് അവാർഡ് സമ്മാനിച്ചു. ഇതിന് മറുപടിയായി തസ്ലീമ ഒരു പ്രഭാഷണവും നടത്തി. ഒരു ദിവസം ഞാൻ ഖുറാന്റെ ഒരു ബംഗാളി വിവർത്തനം വായിക്കുന്നു. ആ വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാ വാക്കുകളും ഞാൻ വായിച്ചു. എന്തായാലും ഞാൻ ഒരു നിരീശ്വരവാദിയാകാൻ എനിക്ക് നിരീശ്വരവാദത്തിന്റെയോ മതേതരത്വത്തിന്റെയോ മാനവികതയുടെ പുസ്തകം വായിക്കേണ്ടി വന്നില്ല എന്ന് പറഞ്ഞാണ് തസ്ലീമ തന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. എന്നാൽ ഇതിന് മറുപടിയായി നിരവധി ആളുകൾ ഇപ്പോഴും ജോസഫ് മാഷിന്റെ കൈവെട്ടി മാറ്റിയതിൽ ആനന്ദം കണ്ടെത്തുന്ന ജിഹാദികൾ ഇതിന്റെ കമന്റ് ബോക്സുകൾ, ഇത്തരം വാർത്തകളുടെ കമന്റ് ബോക്സുകളിൽ വന്ന് വിലപേശുന്നുണ്ട്. ജോസഫ് മാഷിന്റെ കൈവെട്ടിയെങ്കിൽ കണക്കായി പോയെന്നും, അങ്ങനെ ചുമ്മാ വെട്ടിക്കളഞ്ഞതല്ല ആ കൈയെന്നും, ഇതിനേക്കാൾ കൂടുതൽ ശിക്ഷ അർഹിക്കുന്നുണ്ട് എന്നും, ചെയ്തത് ചെറുതായി പോയി എന്നും തസ്ലീമയ്ക്കെതിരെയും ഒക്കെ നിരവധി ജിഹാദികൾ വന്ന് കമന്റുകൾ ഇടുന്നുണ്ട്. എന്തായാലും എസൻസ് നടത്തുന്ന നാസ്തിക മതേതര സംവാദങ്ങളും പരിപാടികളും
സംഗമങ്ങളും ഒക്കെ എത്രത്തോളം പ്രസക്തമാണ് നമ്മുടെ കേരളത്തിലും എന്ന് കാണിച്ചു തരുന്നതാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ. എന്തായാലും പരിപാടി രാവിലെ 8:30 ആരംഭിച്ചു, വൈകിട്ട് 8:30 വരെ തുടർന്നു. ഒരു പക്ഷേ എസൻസിന്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി. സാധാരണഗതിയിൽ വളരെ ടൈമിംഗ് ഒക്കെ വളരെ കൃത്യമാക്കി നടത്തിക്കൊണ്ട് 6:30 കൂടി അവസാനിപ്പിക്കുന്ന പരിപാടിയാണ് ഇത്തവണ അത് 8:30 നീങ്ങിയത്. എന്തായാലും എല്ലാ പരിപാടികളും വളരെ മനോഹരമായി തന്നെ സംഘടിപ്പിച്ചു. 8,000-ലധികം ആളുകൾ പങ്കെടുത്തു. വലിയ വിജയകരമായിരുന്നു ഇത്തവണത്തെയും ലിറ്റ്മസ്. എന്തായാലും അടുത്ത തവണ തിരുവനന്തപുരത്താണ്, നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുക. വലിയ ആവേശത്തോടു കൂടി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കുകയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലുള്ള മാധ്യമ ശ്രദ്ധയും ഇത്തവണ ലിറ്റ്മസിന് ലഭിക്കുന്നുണ്ട്. അതിന് തോക്ക് പിടിച്ചെത്തിയ ഒരു കാണിയും കാരണമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തോക്ക് പിടിച്ചെത്തിയ ആൾ നാസിക സമ്മേളനം കാണാൻ വന്ന വ്യക്തിയായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഭീകരമായ ഒരു ബോംബ് കിട്ടിയാൽ ഒന്ന് വേണമെങ്കിൽ പൊട്ടിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന തരത്തിൽ ചിന്തിക്കുന്ന നിരവധി ആളുകളും ഇപ്പോഴും ജോസഫ് മാഷിനോട് ഇപ്പോഴും അമർഷം രേഖപ്പെടുത്തുന്ന, ജോസഫ് മാഷിന് വധശിക്ഷയാണ് നൽകേണ്ടതെന്ന് വിചാരിക്കുന്ന, അത്തരത്തിൽ വാക്കുകൾ പ്രയോഗിക്കുന്ന നിരവധി ആളുകളും നമുക്ക് ചുറ്റുമുണ്ട് എന്നറിയാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരുപക്ഷെ പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ അതുപോലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു രാജ്യത്തായിരുന്നെങ്കിൽ ഉറപ്പായും ഒരു ബോംബ് പൊട്ടിയേനെ ലിറ്റ്മസ് വേദിയിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമസ്കാരം.